ജനസംഖ്യ ആനുപാതികമായി ലോകസഭാ മണ്ഡല പുനർനിർണയം നടക്കുമ്പോഴുള്ള ആശങ്കകൾ മീഡിയ ഗ്രാമം നേരത്തെയും ചർച്ച ചെയ്ത സംഭവമാണ്. ഇക്കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വീണ്ടും ചൂടുപിടിച്ചു വരുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ എന്നിവർ ഇരു ധ്രുവങ്ങളിലുമായി നിന്ന് ഇതേ വിഷയം ചൂണ്ടിക്കാട്ടി പോരടിക്കുമ്പോൾ രാജ്യം രണ്ടു പക്ഷമായി ചേർന്ന് കഴിഞ്ഞു. ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അമിത്ഷായ്ക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുമ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും ബി.ജെ.പിക്കെതിരെ പരസ്യമായി മണ്ഡല പുനർനിർണയ വിഷയത്തിൽ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭരണഘടനയുടെ അനുച്ഛേദം 80, 170 എന്നിവയനുസരിച്ച് ഓരോ കാനേഷുമാരി കണക്കെടുപ്പിന് ശേഷവും ലോകസഭാ, സംസ്ഥാന, നിയമസഭാ മണ്ഡലങ്ങളുടെ അതിർത്തി പുനർനിർണയം നടത്തേണ്ടതുണ്ട്. പാർലമെന്റിന്റെ നിയമനിർമ്മാണം വഴി രൂപീകൃതമാകുന്ന ഡീലിമിറ്റേഷൻ കമ്മീഷനാണ് അത് നിർവഹിക്കേണ്ടത്. 1951, 1961, 1971 വർഷങ്ങളിലെ സെൻസസ് കണക്കെടുപ്പുകളെ തുടർന്ന് അത്തരത്തിൽ മണ്ഡല പുനർനിർണയം നടന്നിരുന്നു. എന്നാൽ 71 ശേഷം ആ പ്രക്രിയ 42ാം ഭരണഘടനാ ഭേദഗതി വഴി 2000 വരെ മരവിപ്പിച്ചതാണ്. ജനസംഖ്യാ നിയന്ത്രണം ലക്ഷ്യമാക്കി ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ആ നടപടി. തുടർന്ന് 84ാം ഭേദഗതി വഴി 2026 വരെ ആ നിലപാട് തുടരുകയായിരുന്നു. ഈ കാലയളവിൽ നടന്ന മണ്ഡല പുനർനിർണയങ്ങളെല്ലാം തന്നെ 1971 സെൻസസ് കണക്കുകളെ അടിസ്ഥാനമാക്കിയാണ് നിർവഹിച്ചിരുന്നത്. സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാതെ വോട്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു പുനർനിർണയമാണ് ഇക്കാലയളവിൽ മുഴുവനും നടന്നത്. 2026 മണ്ഡല പുനർനിർണയം നടത്തേണ്ടത് 84ാം ഭേദഗതി വഴി നിയമപരമായ ഒരു ബാധ്യതയാണ്. എന്നാൽ 2021 നടക്കേണ്ടിയിരുന്ന സെൻസസ് കണക്കെടുപ്പ് കോവിഡ് മഹാമാരി കാരണം നടക്കുകയുണ്ടായില്ല. അതിനുശേഷവും കേന്ദ്ര സർക്കാർ സെൻസസ് കണക്കെടുപ്പ് തങ്ങളുടേതായ ചില കാരണങ്ങളാൽ അവഗണിക്കുകയായിരുന്നു. സാമ്പത്തിക വളർച്ചയെപ്പറ്റിയും വികാസത്തെപ്പറ്റിയും നരേന്ദ്രമോദി സർക്കാർ തുടർന്നു വരുന്ന അവകാശവാദങ്ങളും നിജസ്ഥിതിയും പുറത്തറിയുമെന്നുള്ളത് കൊണ്ടാണ് ഇത്തരം കളികൾക്ക് കേന്ദ്ര സർക്കാർ നിൽക്കാൻ തയ്യാറാകാതെ ഇരുന്നത്. നടപ്പ് സാമ്പത്തിക വർഷത്തെ ബജറ്റിലാവട്ടെ സെൻസസ് പോയിന്റ് മറ്റ് അടിസ്ഥാന കണക്കെടുപ്പുകൾക്കും സർവേകൾക്കും മതിയായ തുക പോലും വകയിരുത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം. വസ്തുത ഇതായിരിക്കെ ഇപ്പോൾ നടക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന മണ്ഡല പുനർനിർണയത്തിന് പിന്നിൽ ബി.ജെ.പിക്ക് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. ജനസംഖ്യാടിസ്ഥാനത്തിൽ പുനർനിർണയം നടത്തിയാൽ ലോകസഭയിൽ ഇപ്പോഴുള്ള 543 നിന്നും സീറ്റുകളുടെ എണ്ണം 848 വരെ ഉയർന്നേക്കാം എന്നതാണ് വാസ്തവം. ജനസംഖ്യ മാത്രം മാനദണ്ഡമാക്കി വിഭജിച്ചാൽ തന്നെ ഏറെ നഷ്ടം സഹിക്കേണ്ടി വരിക കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായിരിക്കും. പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവയ്ക്കും പ്രാതിനിധ്യത്തിൽ നഷ്ടം നേരിടേണ്ടി വരും. ഗണ്യമായ നേട്ടം ലഭിക്കുന്ന ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങൾ രാഷ്ട്രീയമായി ബി.ജെ.പിക്ക് വിലപ്പെട്ടതാണ് എന്നത് കാണേണ്ടതുണ്ട്. വസ്തുതകൾ ഇതായിരിക്കെ ജനസംഖ്യ മാത്രം മാനദണ്ഡമാക്കിയുള്ള മണ്ഡല പുനർനിർണയത്തെ പ്രതിപക്ഷ പാർട്ടികൾ ശക്തിയുക്തമായി എതിർക്കുകയാണ്. രാജ്യത്തെ രജിസ്റ്റർ ചെയ്യപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അഭിപ്രായങ്ങൾ ആരാഞ്ഞ് വിശാലമായ ഒരു സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നടക്കേണ്ടതാണ് നിർണായക പ്രാധാന്യമർഹിക്കുന്ന മണ്ഡല പുനർനിർണയ പ്രക്രിയ എന്ന് കാണാം. അടുത്ത സെൻസസ് നടപടികൾ പൂർത്തിയാക്കി ദേശീയ സമവായം കണ്ടെത്തുന്നത് വരെ 1971 സെൻസസിന്റെ അടിസ്ഥാനത്തിലുള്ള തൽസ്ഥിതി തുടരാൻ പാർലമെന്റിന് തീരുമാനിക്കാം എന്നതാണ് ചട്ടം. എന്നാൽ ഇക്കാര്യത്തിൽ മോദി സർക്കാർ പ്രകടിപ്പിക്കുന്ന അനാവശ്യ തിടുക്കം തന്നെ മണ്ഡല പുനർനിർണയത്തിൽ ബി.ജെ.പി. ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ചതിക്ക് തെളിവാണെന്ന് കാണാൻ സാധിക്കും.